ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്ന ലാലേട്ടൻ ചിത്രമായ തുടരും ഇന്ന് 9 മണിക്ക് റിലീസാവുകയാണ്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണുകയാണ്. 9 മണിക്ക് സിനിമ, 12 മണിക്ക് സിനിമ തീരും. 12:45 ഈ ചാനലിൽ റിവ്യൂ അപ്ലോഡ് ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാൻ. അപ്പം ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ എത്തിക്കും. സത്യസന്ധമായിട്ടുള്ളൊരു റിവ്യൂ മാത്രമേ ഇതിനകത്ത് ഞാൻ ഇടുകയുള്ളൂ. അല്ലാതെ ലാലേട്ടൻ ഫാൻസ് എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസ് കമൻറ്റുകളിടും, ചീത്ത വിളിക്കും എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് പോസിറ്റീവ് ഇടണമെന്നുമില്ല. പിന്നെ സിനിമ നല്ലതാണെങ്കിൽ ഇതിനകത്ത് ഞാൻ നെഗറ്റീവ് റിവ്യൂ ഇടൂല. മമ്മൂട്ടി ഫാൻസിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇതിനകത്ത് നെഗറ്റീവ് റിവ്യൂ ഇടൂല. അങ്ങനെയുള്ളൊരു ചാനലല്ല ഇതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സത്യസന്ധമായിട്ടുള്ള റിവ്യൂ. നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമ തന്നെ പറയും, മോശ സിനിമയാണെങ്കിൽ മോശ സിനിമയെന്ന് പറയും. ആവറേജ് സിനിമയാണെങ്കിൽ പോലും ഞാൻ ഈ സിനിമ നല്ല സിനിമയാണെന്ന് പറയും. പക്ഷെ ഗംഭീര ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയുടെ തമ്പനയിലൊന്നും ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കണം. കാരണം തമ്പനയിലൊക്കെ നമുക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലുള്ള തമ്പനയിലായിരിക്കും. പക്ഷേ ഈ സിനിമ റിവ്യൂ സത്യസന്ധമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരെയും പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള റിവ്യൂ ആയിരിക്കില്ല ഈ ചാനലിനകത്ത് വരുന്നത്. നമ്മൾ താഴെ ഞാൻ ഒരു വീഡിയോ, എൻ്റെ ഒരു ഇമോഷൻസൊക്കെ ഇത് വന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ മോഹൻലാൽ ഫാൻസ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വഴിയിൽ പൊക്കിയോ കുഴപ്പമില്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും കാണും എന്ന് ചില മോഹൻലാൽ ഫാൻസ് അതിനകത്ത് കമൻറ്റ് ഇട്ടിരുന്നു. അത് ശരിയാണ്. നമ്മൾ അമ്മയെ തല്ലിയാലും നാട്ടിൽ രണ്ട് പക്ഷം കാണുമെന്ന് പറയുന്നത് പോലെ തന്നെ മോഹൻലാലിൻ്റെ കാര്യം നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം മമ്മൂട്ടി ഫാൻസ് സപ്പോർട്ട് ചെയ്യും. മമ്മൂട്ടിയുടെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം ലാലേട്ടൻ ഫാൻസ് സപ്പോർട്ട് ചെയ്യും. അത് സ്വാഭാവികമാണ്. അപ്പം നമ്മളൊരു ചാനൽ ഇടുമ്പോഴത്തേക്കും എല്ലാം പ്രതീക്ഷിക്കണം. അപ്പം ചില മോശം കമൻറ്റുകൾ നമ്മളെ ചാനലിൽ വരുന്നുണ്ട്. ഈ കഞ്ചാവാണ്, രാവിലെ എന്തോ കഞ്ചാവ് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ നമ്മൾ തക്കതായിട്ടുള്ള മറുപടികൾ കൊടുക്കുന്നുണ്ട്. എന്നാലും വീണ്ടും ചിലച്ചുകൊണ്ട് വരുന്നുണ്ട് കുറേ എണ്ണം. നല്ല മാന്യരായിട്ടുള്ള മോഹൻലാൽ ഫാൻസ് ഇതിനകത്തുണ്ട്, അതുപോലെ തന്നെ മമ്മൂട്ടി ഫാൻസും ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള, ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്, എൻ്റെ ഡൗട്ടാണ് എങ്ങനെ ആയിരിക്കും ഇതിനകത്ത് ഫാമിലി ഇമോഷൻസ് എത്രത്തോളം വർക്കൗട്ട് ആകുമോ അത്രത്തോളം ആയിരിക്കും ഇതിൻ്റെ ത്രില്ലിങ് എലമെൻറ്റ്സ് കൂടുതൽ നമുക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടാൻ സാധ്യത എന്നാണ് ഈ സിനിമയുടെ കഥയിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും തരുൺ മൂർത്തി ഒരു ഫാമിലി ഇമോഷൻസ് ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കുടുംബനാഥന്, നമ്മൾ ദൃശ്യത്തിലൊക്കെ കണ്ടതുപോലെ ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കഥാനായകനായിട്ട് ലാലേട്ടനെ എങ്ങനെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നു, അതോ ചെയ്യിപ്പിക്കുന്ന കോമഡികളിൽ ചിലപ്പം ചില ചളികൾ വരാനുള്ള സാധ്യതകൾ വന്നാൽ ചിലപ്പം അവിടെ ചില കല്ലുകടികൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ പോലും സിനിമയുടെ ഒരു പ്രീ ഇൻ്റർവെൽ സീൻസിലൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒന്ന് കത്തിക്കയറാനുള്ള സാധ്യതയുള്ള സിനിമ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലാലേട്ടൻ്റെയൊക്കെ ചെറിയ ചെറിയ തമാശകൾ നമുക്ക് ഒരിക്കലും അരോചകമായിട്ട് തോന്നൂല. അത് വേറെ കാര്യം. ലാലേട്ടൻ്റെ അഭിനയം നമുക്കറിയാവുന്ന കാര്യമാണ്. പണ്ട് തൊട്ടേ ഉള്ള ലാലേട്ടൻ സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഓരോ ചെറിയ ഫീലിങ്സും ബാക്കിയുള്ള ചെറിയ ഡയലോഗുകളും അല്ല മുഖത്തെ എക്സ്പ്രഷൻസും ഒക്കെ വെച്ചിട്ട് നമ്മളെ ചിരിപ്പിച്ച ലാലേട്ടന് കോമഡി എന്നൊക്കെ പറയുമ്പോൾ നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. പക്ഷേ കൊടുക്കുന്ന ഡയലോഗുകളൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പം ഞാൻ ഇവരെ താടി ഇരുന്ന ഏർക്കട പ്രശ്നേ എന്ന് പറഞ്ഞുള്ള സീനൊക്കെ ഉണ്ടല്ലോ, അത് കൊള്ളാം. പക്ഷേ ചിലപ്പം തിയേറ്ററിൽ അത് വർക്കൗട്ട് ആവണം. അതിനുവേണ്ടിയാണ് അത് അങ്ങനെയുള്ള ഈ നമ്മുടെ തരുൺമൂർത്തിയുടെ ഭാഗത്തു നിന്ന് കോമഡി തരുൺമൂർത്തി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ത്രില്ലിങ്ങിലോട്ട് വന്നാൽ നമുക്കറിയാം, നമ്മൾ ഓപ്പറേഷൻ ജാവയൊക്കെ കണ്ടതാണ്, നല്ല രീതിയിൽ ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. കാരണം ആദ്യ ചിത്രം തന്നെ നല്ല ഒരു ഓപ്പറേഷൻ ജാവയ്ക്കകത്ത് ഒരു സീനുണ്ട് ഇതേപോലെ, മറ്റേ പയ്യനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഒരു മതിലിൽ ഒരു പട്ടി ചാടി, ആ സീനിനകത്തൊരു പ്രാധാന്യമില്ല. പക്ഷെ ആ പട്ടി ചാടുന്ന സീൻ എടുത്തിരിക്കുന്ന ആ ഒരു സീന് ആകുമ്പോൾ ഗംഭീര ത്രില്ലർ മേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കഴിവെല്ലാം തരുൺമൂർത്തിക്കുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതിനകത്ത് ചിലവന്മാർ ഇതുപോലെ സിനിമ തീർന്നതിന് മുമ്പ് റിവ്യൂ ഇടുന്ന ചാനലിലുണ്ട്. അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ റിവ്യൂ എന്ന് പറഞ്ഞ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ എത്ര മണിക്കൂർ മുമ്പാണ് പോസ്റ്റ് ചെയ്തിരിക്കണമെന്ന് നോക്കണം. ഏകദേശം ഈ സിനിമയ്ക്ക് 9 മണിക്ക് കഴിഞ്ഞാൽ 12 മണിക്ക് തീരും. ഇൻ്റർവെൽ എല്ലാം കഴിഞ്ഞ് 12:30 ശേഷം വരുന്ന റിവ്യൂസ് മാത്രമേ നിങ്ങൾ ഇതിനകത്ത് കാണാവൂ. എങ്ങനെ പോലും 12:15 കഴിഞ്ഞിട്ട് വരുന്ന റിവ്യൂസ് മാത്രമേ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണാവൂ. ഇത് കാണാൻ വേണ്ടി കുറേ പേര് ചുമ്മാ സിനിമ കാണാതെ പോയിട്ട് റിവ്യൂ ഇടുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഈ സിനിമയുടെ റിവ്യൂ നിങ്ങൾ കുറേ ചാനലുകളിൽ വരുമെങ്കിലും ആ ചാനലുകളിൽ ഏതെങ്കിലും ചാനലുകളിൽ 12 മണിക്ക് മുമ്പ് ഈ സിനിമയുടെ റിവ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഒരിക്കലും നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാണരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്.
കാരണം അതിനകത്ത് മിക്കതിലും ചില മമ്മൂട്ടി ഫാൻ പേജുകളുണ്ട് യൂട്യൂബ് ചാനലിൽ. അപ്പോൾ അവർ ചിലപ്പോൾ ഇതിൽ നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു അങ്ങനത്തെ വീഡിയോകൾ നിങ്ങളെടുത്ത് കാണരുത്. ഇപ്പോൾ ലാലേട്ടൻ ഫാൻസിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഫാൻസുകാർ തിയേറ്ററിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ബാക്കിയുള്ള നോർമൽ ഓഡിയൻസ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കണ്ട് ചിലപ്പോൾ നെഗറ്റീവ് നിങ്ങൾക്ക് കേൾക്കേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു സിനിമ കാണാൻ പോകുമ്പോൾ ഒരിത് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 12:30 ശേഷം നിങ്ങൾ റിവ്യൂ എടുത്ത് നോക്കുക. അപ്പോൾ ഒരുവിധം നല്ല ആൾക്കാരെ നല്ല നല്ല റിവ്യൂവേഴ്സൊക്കെ റിവ്യൂ ചെയ്യും. പിന്നെ തിയേറ്റർ റെസ്പോൺസൊക്കെ നിങ്ങൾക്ക് കാണാം. ചിലർ തിയേറ്റർ റെസ്പോൺസിൽ പോലും ചില കള്ളത്തനങ്ങളുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. വേറെ സിനിമകളുടെയൊക്കെ തിയേറ്റർ റെസ്പോൺസിനെ എടുത്തതിനകത്ത് തുടരും റിപ്പോർട്ടിനകത്തിട്ട് കട്ട് ചെയ്ത് കാണിക്കും. ലാലേട്ടൻ്റെ പെർഫോമൻസ് കൊള്ളാം, പക്ഷേ അത് കൊള്ളില്ല ഇത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ചിലവന്മാർ നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുക. 12:30 തന്നെ ഞാൻ 12:30 മാക്സിമം 12:45 തന്നെ ഈ ചാനലിനകത്ത് റിവ്യൂ ഇടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ അറിയണമെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഓക്കെ. നന്ദി, നമസ്കാരം.